കളി ആവേശകരമായ ഘട്ടത്തിലേക്ക് കടന്നതിന് ശേഷം ഒരുപാട് ചോദ്യങ്ങൾ വരുന്നുണ്ട്. പ്രത്യേകിച്ച് ഓർഗാനിക്കായ ചോദ്യങ്ങളാണ്. നേരത്തെ പൊതുവെ ഫുട്ബോളിന്റെ ഫിലോസഫിയും അങ്ങനെയുള്ള സ്ട്രക്ചറിനെ പറ്റിയും അതിന്റെ സ്ട്രാറ്റജിയും ഒക്കെ ആയിരുന്നു ചോദിച്ചിരുന്നെങ്കിൽ ഇപ്പം പെർട്ടിക്കുലറായിട്ട് ഇന്ന കളികളുടെ അല്ലെങ്കിൽ ഇന്ന സിറ്റുവേഷൻസിന്റെ കളിക്കാരുടെ അതുപോലെ ഇമിഗ്രേഷൻ അങ്ങനെയുള്ള സംഗതികളൊക്കെ വെച്ചുകൊണ്ടുള്ള ചോദ്യങ്ങളാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ ഇനിയിപ്പം ഉദ്ദേശിക്കുന്ന 1-2 ദിവസങ്ങളിൽ ചോദ്യങ്ങൾ കൊടുക്കുക എന്നുള്ള അത്രയും ധാരാളം ചോദ്യങ്ങൾ വരുന്നതുകൊണ്ട് നമുക്കൊരു ബ്രസീൽ ആരാധകന്റെ ചോദ്യത്തിൽ നിന്നും തുടങ്ങാം. ഞാനൊരു ബ്രസീൽ ആരാധകനാണ്. 2010 മുതലാണ് ലോകകപ്പ് ഫുട്ബോൾ കാണാൻ തുടങ്ങിയത്. അതിനുശേഷം ഒരുപക്ഷെ ആദ്യമായിട്ടാണ് കളിക്കാരേക്കാൾ ഒരു മാനേജറിൽ ബ്രസീൽ വലിയ പ്രതീക്ഷ അർപ്പിക്കുന്നത്. കാർലോ ആൻസലോട്ടിയിലാണ് ഇന്ന് എല്ലാ പ്രതീക്ഷയും. ബ്രസീലിൻ്റെ ലോകകപ്പ് ചരിത്രം എടുത്തു നോക്കിയാൽ ഇങ്ങനെയൊരു സാഹചര്യം മുമ്പ് എപ്പോഴെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? യൂറോപ്യൻ ലീഗ് ഫുട്ബോളിനെ വല്ലാതെ ഫോളോ ചെയ്തത് ബ്രസീലിയൻ ഫുട്ബോൾ DNA മോശമാക്കുന്നതിൽ പങ്കുവഹിച്ചുവെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇത് തുടർന്നാൽ ഭാവിയിൽ ബ്രസീലിയൻ ഫുട്ബോൾ കൂടുതൽ മോശമാവുമോ? യൂറോപ്യൻ ഫുട്ബോളിനെ പിന്തുണച്ചു എന്ന് പറയുന്നതിൽ എനിക്ക് യോജിപ്പില്ല. എന്താ വെച്ചാൽ ഇത് പൈസയുടെ ഒരു കളിയാണ്. ബ്രസീലിയൻ ഫുട്ബോളിലാണ് ഇപ്പൊ കുറച്ചെങ്കിലും പൈസ ഇല്ല. സൗത്ത് അമേരിക്ക നോക്കിക്കഴിഞ്ഞാൽ ഇപ്പൊ മറ്റേ അർജന്റീനയിലത്തെ ക്ലബുകൾക്ക് ഇപ്പൊ പാപ്പുലറായി മാറിയിട്ടുണ്ട്. ഇപ്പൊ റിവർ പ്ലേറ്റും ബോക്ക ജൂനിയേഴ്സും ഒക്കെ അവരുടെ ഏറ്റവും നല്ല ചെറുപ്പക്കാരെ 17-18 വയസ്സാകുമ്പോഴേക്കും വിൽക്കുകയാണ്. ബ്രസീലിൽ ആ ഒരു ഗതി വന്നിട്ടില്ല. ഇപ്പോഴും മറ്റേ ഫ്ലെമിംഗോ ആയാലും പാൽമേറസ്, കൊറിന്ത്യൻസ് ഇവർക്കൊക്കെ ബാക്കി സൗത്ത് അമേരിക്കൻ ടീമുകളെ വെച്ച് നോക്കുമ്പോൾ ഇപ്പോഴും കുറച്ച് പൈസ ഉണ്ട്. അവർക്ക് നല്ല കളിക്കാരെ അഫോർഡ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ശൈലിയുടെ കാര്യത്തില് ആ മാറ്റം വന്നിട്ട് കുറെ കാലം. ഇപ്പൊ ലൂയിസ് ഫിലിപ്പെ സ്കൊളാറി 2002 ജയിച്ചത് അതൊരു സാമ്പ ടീമൊന്നും ആയിരുന്നില്ല. വളരെ ഒരു സ്ട്രക്ചേർഡ് യൂറോപ്യൻ ശൈലിയിൽ 2 ഡിഫൻസീവ് മിഡ്ഫീൽഡേഴ്സ് വെച്ച് കളിച്ച് ഫ്രണ്ട് ലൈനിൽ മാത്രം ഒരു ബ്രസീലിയൻ മാജിക് ഉണ്ടായിരുന്നു. റിവാൾഡോ, R9, റൊണാൾഡീഞ്ഞോ, പിന്നെ ആ പഴയ സ്റ്റൈലില് 2 ഫുൾ ബാക്സും. അപ്പൊ ആ മാറ്റം വന്നിട്ട് ഇപ്പൊ കുറെ കാലം 2010 വന്നതല്ല. അല്ല, ഈ ചോദ്യത്തിൽ വേറൊരു സംഗതി എന്താണെന്ന് വെച്ചാൽ ഇപ്പം ഈ ഒരു ഇംഗ്ലീഷ് ഫുട്ബോൾ കളിക്കുന്ന രീതി, അതായത് പ്രത്യേകിച്ചും ക്ലബ് ഫുട്ബോൾ കളിക്കുന്ന രീതിയിലേക്ക് ലോകം മുഴുവൻ മാറുന്നുണ്ട് എന്നുള്ളത് ഒരു ക്രിട്ടിക്കലായിട്ടുള്ള എല്ലാവരും ഉന്നയിക്കുന്ന ഒരു പ്രശ്നമാണ്. അപ്പോൾ ഈ ഒരു കാലത്തും ഇനി ബ്രസീലിൻ്റെ ഒരു തനിമയോടുകൂടി കഴിഞ്ഞ ദിവസം ദിലീപ് പറയുന്നുണ്ടായിരുന്നു. കാരണം ഗാർഡിയോള സ്ട്രാറ്റജിയിൽ പെട്ടുപോയതിൽ നിന്നും പാരഗ്വേ ഒക്കെ മോചിതരാകുന്നേ ഉള്ളൂ. അപ്പൊ ആ ഒരു കാലത്തും അവരുടേതായ തനത് ശൈലിയിൽ, അതായത് സൗത്ത് അമേരിക്കൻ ശൈലിയിലുള്ള ഒരു കളി ഉണ്ടാവാൻ പോകുന്നില്ലേ? പക്ഷെ ശൈലികൾ ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും. ഇപ്പൊ ബ്രസീലിന്റെ കാര്യത്തിൽ തന്നെ 82-ലും 86-ലും കളിച്ച പോലെയല്ല അവര് 94 ലോകകപ്പ് ജയിച്ചപ്പോ കളിച്ച. അത് വളരെ ഒരു ബേസിക് മിഡ്ഫീൽഡ് വെച്ചിട്ടായിരുന്നു ജയിച്ച. ഡുങ്ക ഏറ്റവും പ്രധാനപ്പെട്ട കളിക്കാർ, സീനിയോ, മസീനിയോ, മൗറോ സിൽവ, ഇവരാരും ഒരു സീക്കോ, സോക്രട്ടീസ് ഒന്നും ആയിരുന്നില്ല. അപ്പൊ ജയിക്കാൻ വേണ്ടി ടീമുകൾ പലപ്പോഴും അതിന് കാരണം എന്താന്ന് പറഞ്ഞാൽ ആ മികച്ച ടീം ജയിച്ചില്ല. 82-ലും 86-ലും ജയിച്ചില്ല. അപ്പൊ തീർച്ചയായിട്ടും ഫാൻസിന്റെ ഭാഗത്തുനിന്ന് ചോദ്യങ്ങൾ വരും, ഇങ്ങനെ കളിച്ചാൽ മതിയോ? പക്ഷെ അവസാനം അവർക്ക് ജയിക്കുക വേണ്ടത്. ഈ ചോദ്യത്തിന്റെ മറ്റൊരു ഭാഗം ആൻസലോട്ടി ആണ്. ഇപ്പം സ്ക്വാഡിനേക്കാളും വലുത് ആൻസലോട്ടിയാണ് എന്നുള്ളത്. അങ്ങനെ ഒരു സാഹചര്യം ചരിത്രത്തിൽ എപ്പോഴെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? ബ്രസീലിന്റെ ചരിത്രത്തിൽ അങ്ങനെ വന്നിട്ടുണ്ടെന്ന് തോന്നുന്നില്ല. ഇപ്പൊ 50കൾ തൊട്ട് എപ്പോഴും കളിക്കാർ തന്നെയായിരുന്നു പ്രധാനം. ഇപ്പൊ പെലെ ചെറുപ്പക്കാരനായിരുന്നപ്പോ ഡിഡി, വാവ, സഗാലോ ഇവരൊക്കെയുള്ള ടീമാണ്. ഗറിഞ്ച അപ്പൊ കുറച്ചും കൂടി മൂത്തതാണ്. പിന്നെ പെലെയുടെ കാലം, അത് കഴിഞ്ഞിട്ട് സീക്കോ, സോക്രട്ടീസ്, പിന്നെ റൊമാരിയോ, ബെബെറ്റോ, പിന്നെ R9-ന്റെ ഒരു തലമുറ, പിന്നെ നെയ്മർ. അപ്പൊ എല്ലാ കാലത്തും അങ്ങനത്തെ ഒരു കളിക്കാരുടെ ചുറ്റുമായിരുന്നു ഹൈപ്പ് മുഴുവൻ. ഇപ്പൊ കുറെ കാലമായിട്ട് ജയിക്കാത്തത് കാരണം ആ ഒരു ഡെസ്പറേഷൻ വന്നിട്ടുണ്ട്. അടുത്ത ചോദ്യം ആൽവിൻ ഐസക് ആണ് ചോദിച്ചിരിക്കുന്നത്. നിലവിലെ സാഹചര്യത്തിൽ ബ്രസീൽ അടുത്ത റൗണ്ട് കടന്നാൽ ക്വാർട്ടർ ഫൈനലിൽ ഇംഗ്ലണ്ടിനെ നേരിടാൻ സാധ്യതയുണ്ട്. അങ്ങനെ ബ്രസീൽ ഇംഗ്ലണ്ട് മത്സരം നടന്നാൽ കോച്ച്, താരങ്ങളുടെ നിലവിലെ ഫോം, ടീമിന്റെ ശക്തി എന്നിവ കണക്കിലെടുത്ത് ഏത് ടീമിനാണ് കൂടുതൽ മുൻതൂക്കം നൽകുക? ഒന്നാമത് ഇംഗ്ലണ്ട് അവിടെ എത്തുമെന്ന് എനിക്ക് വളരെയധികം സംശയമുണ്ട്. 2 ടീമിന്റെയും ബ്രസീലിന് കളിക്കേണ്ടത് നോർവേ ആണ്. അതും തീരെ എളുപ്പമായിരിക്കും എനിക്ക് തോന്നുന്നില്ല. ഇംഗ്ലണ്ടിന്റെ കാര്യത്തിൽ എനിക്ക് നല്ല സംശയമുണ്ട്. അവർക്ക് മെക്സിക്കോ സിറ്റിയിലാണ് പോയി കളിക്കേണ്ടത് കോങ്കോനെ തോൽപ്പിച്ചു കഴിഞ്ഞാൽ. അത് വളരെ മികച്ച ഒരു മെക്സിക്കൻ ടീമിനെതിരെ. പക്ഷെ എങ്ങാനും ബ്രസീൽ ഇംഗ്ലണ്ട് എത്തിക്കഴിഞ്ഞാൽ എനിക്ക്
നല്ല പ്രതീക്ഷയുണ്ട് അത് ബ്രസീലിന് ജയിക്കാൻ പറ്റുന്നു. ഒരു സോളിഡ് ഇംഗ്ലണ്ട് ടീമാണ്, പക്ഷെ ഒരു മാജിക് ഞാൻ കാണുന്നില്ല. ഒരു ലോകകപ്പ് ഒരു നോക്കൗട്ട് റൗണ്ട് ഒക്കെ ജയിക്കണമെങ്കിൽ പലപ്പോഴും അങ്ങനത്തെ ഒരു കളിക്കാരോ ഒക്കെ വേണം. സഫ്വാനാണ് അടുത്ത ചോദ്യം ചോദിച്ചിരിക്കുന്നത്. വീണ്ടും ഈ ബ്രസീൽ ജപ്പാൻ മത്സരവുമായി ബന്ധപ്പെട്ടിട്ടാണ്. ബ്രസീൽ ജപ്പാൻ മത്സരത്തിൽ ജപ്പാൻ ഒരു ഗോൾ അടിച്ചതിന് ശേഷം ബ്രസീലിനെ പൂർണ്ണമായും തങ്ങളുടെ പോസ്റ്റിൻ്റെ മുന്നിൽ വെച്ച് ഡിഫെൻഡ് ചെയ്യാമെന്നുള്ളത് ഒരു ടാക്റ്റിക്കൽ ബ്ലണ്ടർ ആയിരുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ബ്രസീലിനെ പോലെ നല്ല അറ്റാക്കിംഗ് ഉള്ള ടീമിനോട് ഉയരം കുറഞ്ഞ കളിക്കാരുള്ള ജപ്പാൻ എടുത്തത് മോശം തീരുമാനമല്ലേ? പകരം മിഡ്ഫീൽഡിൽ വെച്ച് തന്നെ ബ്രസീലിനെ ബ്ലോക്ക് ചെയ്യാൻ ശ്രമിക്കുകയും കഴിയുന്ന രീതിയിൽ അറ്റാക്ക് ചെയ്യാൻ ശ്രമിക്കുകയും ആയിരുന്നില്ലേ നല്ലത്? ചുരുക്കത്തിൽ നന്നായി അറ്റാക്ക് ചെയ്യുന്ന ടീമുകളെ ഡിഫെൻഡ് ചെയ്ത് നിർത്തുക എന്ന് പറയുന്നത് വലിയ ഒരു റിസ്ക് തീരുമാനമല്ലേ? റിസ്ക് അത് പറയാൻ എളുപ്പം, പക്ഷെ കുറച്ച് കഴിഞ്ഞാൽ ബോൾ മുഴുവൻ ബ്രസീലിന്റെ ഭാഗത്തായിരുന്നു. അത് തിരിച്ച് കിട്ടണ്ടേ. അതാണ് ഈ ബോൾ നന്നായി കീപ്പ് ചെയ്യുന്ന ടീംസിനെതിരെ. ഇപ്പൊ ഇന്നലെ ഫ്രാൻസിന് 61% ബോൾ ഉണ്ടായിരുന്നു സ്വീഡനെതിരെ. അപ്പൊ ഈ ബോൾ തിരിച്ച് കിട്ടുക എന്നുള്ളതാണ് ആദ്യത്തെ ഒരു ടാസ്ക് ശരിക്കും. അതിപ്പോ ബ്രസീൽ ടീം നോക്കിക്കഴിഞ്ഞ് ഇപ്പൊ ആ മിഡ്ഫീൽഡ് കുറച്ചും കൂടി നന്നായി കമ്പൈൻ ചെയ്യാൻ തുടങ്ങിയിരുന്നു. അപ്പൊ അവര് പരസ്പരം പാസ് കൊടുക്കുക, മറ്റേ വിനീഷ്യസിന് ബോൾ കൊടുക്കുക. ഇപ്പൊ തിരിച്ചിത് കിട്ടാൻ വലിയ ബുദ്ധിമുട്ടാണ്. അപ്പൊ ജപ്പാനെ ഞാൻ അങ്ങനെ കുറ്റം പറയില്ല. ശരിയാണ്, രണ്ടാം പകുതിയിൽ അവർക്ക് കുറച്ചും കൂടി ഒരു ഇനിഷ്യേറ്റീവ് എടുക്കായിരുന്നു. പക്ഷെ പല സമയത്തും അവർക്ക് ബോൾ കിട്ടുന്നതന്നെ ഉണ്ടായിരുന്നില്ല. ഇനി അമൽ PR-ന്റെ ചോദ്യമാണ്. Germany dominated statistically against Paraguay but got eliminated on penalties. Japan lost 2-1 to Brazil, but many analysts felt Japan played better for long periods. From above and in general, which team actually performed better? The one that controlled the game or the one that advanced? If the better teams loses, what does better performance really mean? Can a team that never trails in open play but loses in a penalty shootout be called a failure? അതിന് രണ്ട് ഭാഗമായിട്ടാണ് ഞാൻ കാണുന്നത്. ഇപ്പൊ ജപ്പാൻ ബ്രസീലിന്റെ കാര്യത്തിൽ എനിക്ക് സംശയമൊന്നുമില്ല. നല്ല ജയിക്കാൻ അറിയിച്ച ടീം തന്നെയാണ് ജയിച്ചത്. പ്രത്യേകിച്ച് സെക്കൻഡ് ഹാഫിൽ ബ്രസീൽ അവരുടെ കളി ശൈലിയൊക്കെ കുറച്ച് മാറ്റി. അത് തന്നെ കളി മാറ്റിയത് ശരിക്കും. അതുവരെ ആദ്യ പകുതിയിൽ ജപ്പാൻ അവർക്ക് വേണ്ട പോലെ കളിച്ചു. രണ്ടാം പകുതിയിൽ അത് ചെയ്യാൻ പറ്റിയില്ല, ചെയ്യാൻ അനുവദിച്ചില്ല ബ്രസീലിന്റെ ടാക്ടിക്സ് മാറ്റിയത് കാരണം. ജർമ്മനി പാരഗ്വേയുടെ കാര്യത്തിൽ ഞാൻ നോക്കേണ്ടത് ഓരോ ടീം അവരുടെ നിലവാരം അനുസരിച്ചിട്ട് കളിക്കണ്ടോ എന്നാണ്. പാരഗ്വേ അവർക്ക് പറ്റണ ഒരു മാക്സിമം ലെവലിൽ അവർ കളിച്ചു. ജർമ്മനി അവർക്ക് പറ്റണ ഒരു 50% പോലും എത്തിയില്ല. അവർ പ്രത്യേകിച്ച് അവരുടെ നല്ല കളിക്കാർ. അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ അതൊരു എന്താ, ജർമ്മനി ജയിക്കേണ്ട കളിയായിരുന്നു എന്ന് പറയാൻ എനിക്ക് ബുദ്ധിമുട്ടുണ്ട്. എന്താ വെച്ചാൽ നമ്മൾ രണ്ട് ടീമിനെ മാത്രമല്ല നോക്കേണ്ട, ഓരോ ടീമിനും അവരുടെ എത്ര ശക്തമായ ടീമാണ്, എത്ര പൊട്ടൻഷ്യൽ ഉണ്ടെന്നും കൂടി നോക്കണം. അടുത്തത് ജർമ്മൻ ഫുട്ബോളിനെ പറ്റിയിട്ടുള്ള വിശദമായിട്ടുള്ള ഒരു ചോദ്യമാണ്. ശ്രീജിത്ത് R ആണ് ചോദിച്ചിരിക്കുന്നത്. Germany was once a dominant football superpower with 4 World Cup titles, but they have experienced a massive collapse over the last 3 World Cup tournaments following their 2014 triumph, suffering consecutive group stage exits in 2018 and 2022, followed by a round of 32 exit in 2026. What are the primary root causes of this historic downfall? And how can the DFB effectively navigate this crisis to resurrect German football? Is this decline primarily driven by a shift in player mentality, or is it a combined failure of tactical coaching and on-pitch performance? Furthermore, given the DFB's strict tradition of only hiring domestic managers, would appointing an elite international coach like Pep Guardiola be the catalyst they need? Or lies the solution within their own ranks by replacing Julian Nagelsmann with a proven winner like Jurgen Klopp or a cup specialist like Thomas Tuchel? ഇത് ഉത്തരം പറയാൻ ഞാൻ ഒരു സ്റ്റാറ്റിസ്റ്റിക് കൊണ്ടുവരാം. ഇപ്പൊ ജർമ്മൻ ബുണ്ടസ് ലീഗയിൽ 2012 ശേഷം ഗോൾഡൻ ബൂട്ട് ആരാ നേടിയത് നോക്കിക്കഴിഞ്ഞാൽ ഇതെന്ന് പറഞ്ഞാൽ ഏകദേശം 15 കൊല്ലം. ആദ്യ കുറെ കൊല്ലം ഒരു പോളിഷ് സ്ട്രൈക്കർ റോബർട്ട് ലെവൻഡോവ്സ്കി,
പിന്നീട് ഇപ്പോൾ ഒരു ഇംഗ്ലീഷ് സ്ട്രൈക്കർ ഹാരി കെയ്ൻ. ഒരൊറ്റ സീസണാണ് ഒരു ജർമ്മൻ പ്ലെയർ സെർജ് ഗ്നാബ്രി ഇപ്പോൾ ടീമിലില്ല പരിക്ക് കാരണം. ഒരൊറ്റ സീസണാണ് ജർമ്മൻ ഒരു കളിക്കാരൻ ഗോൾഡൻ ബൂട്ട് നേടിയിട്ടുള്ള 2012 ശേഷം. മുമ്പത്തെ ചരിത്രം നോക്കിക്കഴിഞ്ഞാൽ 65 തൊട്ട് 84 വരെ ഗേർഡ് മുള്ളർ 10 തവണ 11 തവണയായിട്ട് ടോപ്പ് സ്കോറർ. കാൾ ഹൈൻസ് റുമനിഗ 2 ബാലൻഡോർ കൂടാതെ 6-7 സീസൺ ബുണ്ടസ് ലീഗ ടോപ്പ് സ്കോറർ. ഡീറ്റർ ഹോണസ് ഒരു സീസൺ. അപ്പൊ അവർക്ക് ആ ഹോം ഗ്രോൺ ഒരു എല്ലാ കാലത്തും ഒരു മുള്ളർക്ക് മുമ്പ് യുഎസ്എയിൽ 66 കളിച്ച സ്ട്രൈക്കർ. അപ്പൊ എല്ലാ തലമുറയിലും ഒരു വേൾഡ് ക്ലാസ് സ്ട്രൈക്കർ ഉണ്ടായിരുന്നു. റുമനിഗ കഴിഞ്ഞ് റൂഡി വോളർ, പിന്നീട് ക്ലിൻസ്മൻ, കാൾ ഹൈൻസ് റീഡ്ലെ, ഒലിവർ ബിയർഹോഫ്, പിന്നീട് മറ്റേ മിറോസ്ലാവ് ക്ലോസ്, അപ്പൊ തോമസ് മുള്ളർ. എപ്പോഴും ആ ഒരു എയില് സ്ട്രൈക്കർ ഉണ്ടായിരുന്നു. ഈ ടീമിൽ നോക്കുമ്പോൾ ഇപ്പോൾ വൈഡ് പൊസിഷൻസിൽ ഒരു ഫ്ലോറിയൻ വിയർട്സ് ഉണ്ട്, മൂസിയാലയ്ക്ക് നമ്പർ 10 റോള് കളിക്കാൻ പറ്റും. പക്ഷെ നിങ്ങളുടെ ഒരു എയില് സ്ട്രൈക്കർ ആരാ ഉള്ളത്? അത് ബുണ്ടസ് ലീഗയിലും ഇല്ല, ഈ നാഷണൽ ടീമിലും ഇല്ല. അതാണ് ആദ്യത്തെ ഒരു പ്രശ്നം സോൾവ് ചെയ്യേണ്ടത്. കോച്ചിന്റെ കാര്യം ഞാൻ പലതും റൂമേഴ്സും കേൾക്കുന്നുണ്ട്. ഇപ്പൊ ക്ലോപ്പ് ചിലപ്പോൾ ഇത് നോക്കിന്ന് വരും. എന്താ വെച്ചാൽ ക്ലബ് ഫുട്ബോളിലേക്ക് തിരിച്ചു വരില്ല എന്ന് എനിക്ക് ഏകദേശം ഉറപ്പാണ്. ലിവർപൂൾ വിട്ടതിന് ശേഷം റിയൽ മെഡ്രിഡ് ഒക്കെ അനേക തവണ ചോദിച്ചിട്ടുണ്ട്, എന്തായാലും അവിടെ പോവില്ല. വേറെ ഒരു ഇംഗ്ലീഷ് ടീമിനെ കോച്ച് ചെയ്യണം പ്രശ്നമില്ല. അപ്പൊ പിന്നെ ആകെ ബാക്കിയുള്ളത് നാഷണൽ ടീം ജോബ്സ് ആണ്. അത് ജർമ്മനി എന്ന് പറഞ്ഞാൽ അത് ആരെയും ആകർഷിക്കുന്ന ഒരു പ്രോജക്റ്റ് ആണ്. എന്താ വെച്ചാൽ അത്രയും വലിയൊരു ടീമാണ്. പിന്നെ കുറെ നല്ല ചെറുപ്പക്കാർ വരുന്നുണ്ട്. ഇപ്പൊ ഈ ലോകകപ്പിൽ തന്നെ ലെനറ്റ് കാളിന് കളിക്കാൻ പറ്റിയില്ല പരിക്ക് കാരണം. അപ്പൊ അത് വെച്ച് നോക്കുമ്പോൾ അത് ചിലപ്പോ ഒരു നല്ല പ്രോജക്റ്റ് ആയിരിക്കും അങ്ങനത്തെ ഒരാൾക്ക് എടുക്കാൻ. ഇതില് പിന്നെ രസകരമായ ഒരു ചോദ്യമുള്ളത്, പിന്നെ പെപ് ഗാർഡിയോളയ്ക്ക് കോച്ച് ചെയ്യുമെന്നത് അങ്ങനെ ഒരു സാധ്യത എപ്പോഴും പരിചയമുണ്ട്. ഉണ്ടാവും. ജർമ്മൻ ഫുട്ബോൾ പരിചയമുണ്ട്. ബായൺ മ്യൂണിക്കിന്റെ കൂടെ 3 സീസൺ ഉണ്ടായിരുന്നു. പക്ഷെ ഗാർഡിയോളുടെ നോട്ടം എനിക്ക് തോന്നുന്നു തിരിച്ചു സ്പാനിഷ്. വരികയാണെങ്കിൽ സ്പാനിഷ് ടീമിൽ തന്നെ ആയിരിക്കും. അടുത്തത് ഫ്രാൻസ് ടീമുമായി ബന്ധപ്പെട്ടാണ്. 2 പേര് സമാനമായിട്ട് ചോദിച്ചിട്ടുണ്ട്. ഒന്ന് വൈഷ്ണവ് ടി കെ. ഇത്തവണത്തെ ഫ്രാൻസിൻ്റെ സ്ക്വാഡ് അനാലിസിസ് ചെയ്യുമ്പോൾ അവർക്ക് അത്രത്തോളം ബാക്കപ്പ് ഓപ്ഷൻസ് ഉണ്ടെന്ന് വ്യക്തമാണ്. പക്ഷേ അറ്റാക്കിംഗ് ഫുട്ബോളിന് ഇമ്പോർട്ടൻസ് കൊടുത്ത് കളിക്കുന്ന ഒരു ടീം എന്ന നിലയിൽ ഫ്രാൻസിൻ്റെ ഡിഫൻസിൽ ഒരു വിള്ളൽ പ്രതീക്ഷിക്കാമോ? കഴിഞ്ഞ വേൾഡ് കപ്പ് ഫൈനലിൽ നടന്ന പോലെ അർജന്റീന പോലെ ഒരു ടീം വന്ന് ആദ്യം തന്നെ ഒരു പ്രസ് നടത്തി 2 ഗോളൊക്കെ അടിച്ച് പ്രതിരോധം തീർക്കുന്നത് ഫ്രാൻസിനെതിരെ ഒരു കൃത്യമായ ഗെയിം പ്ലാൻ ആയിരിക്കില്ലേ? മുഹമ്മദ് ഷാഫി CP കൂടി ചോദിക്കുന്നുണ്ട്. ഈ ലോകകപ്പ് നേടാൻ ഏറ്റവും സാധ്യതയുള്ള ഒരു ടീമാണ് ഫ്രാൻസ്. ഗ്രൂപ്പ് സ്റ്റേജിലെ എതിരാളികളായ സെനഗലിനോടും നോർവേയോടും വഴങ്ങിയ ഗോളുകൾ പ്രതിരോധത്തിലെ വലിയ ദൗർബല്യമായി കരുതുന്നുണ്ടോ? വലിയൊരു ദൗർബല്യമായിട്ട് ഞാൻ കരുതുന്നില്ല. ഇപ്പം ഈ അർജന്റീനയുടെ ചോദ്യത്തിന് ആ ഫൈനലിൽ ആദ്യത്തെ ഒരു 60 മിനിറ്റ് ഫ്രാൻസ് കളിക്കാൻ നോക്കിയിട്ട് തന്നെയില്ല. അവർ കളിക്കാൻ നോക്കിയപ്പോൾ അത് വേറെ തന്നെ ഒരു കളിയായി മാറി. ഈ ഫ്രാൻസ് അങ്ങനെ കളിക്കുന്നത് എനിക്ക് കാണാൻ പറ്റുന്നില്ല. 60 മിനിറ്റ് ഒരു ഡിഫെൻസീവ് ഇതായിട്ട് ആ ഒരു മെന്റാലിറ്റി ഉള്ള കളിക്കാരും അല്ല. ഇപ്പൊ അത് ടീം സെറ്റപ്പ് ചെയ്തിട്ടുള്ള വേറെ തന്നെ ഒരു രീതിയിലാണ്. കുറേം കൂടി മികച്ച കളിക്കാരുണ്ട്. ഇപ്പൊ കഴിഞ്ഞ തവണത്തെ കോളോ മുവാനിയൊന്നും ഈ സ്ക്വാഡിൽ പോലും ഇല്ല. ബാക്കപ്പ് ആയിട്ടുള്ള കളിക്കാർ ഇപ്പോൾ അവരുടെ റിസർവ് മിഡ്ഫീൽഡർ വാറൻ ജെയർ-എമറിയൊക്കെ മിക്ക ടീമിലും സ്റ്റാർട്ടർ ആയിരിക്കും. അവരുടെ ഫോർവേഡ്സ് എല്ലാവരും വേറെ ടീമിൽ സ്റ്റാർട്ടേഴ്സ് ആയിരിക്കും. അപ്പൊ ആ ഒരു ഡെപ്ത്. പിന്നെ ഡിഫൻസിന്റെ കാര്യം പറഞ്ഞപ്പോൾ ബെഞ്ചിലിരിക്കേണ്ടത് ഇപ്പൊ ലിവർപൂൾ വിട്ട് റിയൽ മെഡ്രിഡിലേക്ക് പോയ കൊണാറ്റയാണ്. അങ്ങനത്തെ കളിക്കാരാണ് അവരുടെ ഡിഫൻസിലും ബെഞ്ചിലിരിക്കേണ്ടത്. അപ്പൊ വലിയൊരു ആശങ്കയില്ല എനിക്ക് അതിനെപ്പറ്റി. ഇനി അരുൺ രാമകൃഷ്ണൻ ചോദിച്ചിരിക്കുന്ന ഒരു ചോദ്യമാണ്. ഡോണ്ട് യു തിങ്ക് ടൈ ബ്രേക്കർ ഈസ് എ ക്രുവൽ വേ ഓഫ് ഡിസൈഡിങ് മാച്ച് വിന്നർ ഇൻ എ വേൾഡ് കപ്പ് മാച്ച്? വി ഓൾറെഡി സോ 2 of the top teams crash out of this tournament because of this. We have seen teams play more defensive during extra time with an eye on penalty shootout. Do you think FIFA should find any alternative methods like play the extra time with lesser members, maybe 10 or 9 a side, to create more space and opportunities to score? What is your take on this? എൻ്റെ ടേക്ക് ശരിക്കും ഞാൻ ആ ഗോൾഡൻ ഗോൾ തിരിച്ചു കൊണ്ടുവരും. എനിക്കത് ഇഷ്ടമുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ എക്സ്ട്രാ ടൈമിൽ ടീംസിനെ പോസിറ്റീവായി കളിപ്പിക്കാൻ ഒരു കാരണം അതായിരുന്നു. ഈ ഗോൾഡൻ ഗോൾ വന്നു കഴിഞ്ഞാൽ
ആ ഒരു റിസ്ക് ആണ്. നിങ്ങൾ എന്താ റിസ്ക്കും റിവാർഡ് രണ്ടും ഉണ്ട്. നിങ്ങൾ മുന്നോട്ട് പോയൊരു ഗോൾ അടിച്ചാൽ കളി കഴിഞ്ഞു. ചില ടീമുകൾ അത് ഇതായിട്ട് എല്ലാവരെയും വെച്ച് ഡിഫെൻഡ് ചെയ്യാനും നോക്കും ഷൂട്ട് ഔട്ട് എത്താൻ വേണ്ടി. പക്ഷെ ഷൂട്ട് ഔട്ട് അല്ലാതെ വേറൊരു വഴി ഞാൻ കാണുന്നില്ല. പിന്നെ ഇതിൽ തോറ്റ 2 ടീമുകൾ നെതർലൻഡ്സ് 30% ബോൾ വെച്ചിട്ടാണ് കളിച്ചത്. അപ്പോൾ എക്സ്ട്രാ ടൈമിലും നോർമൽ ടൈമിലും ഒക്കെ നല്ല ചാൻസസ് അധികം ക്രിയേറ്റ് ചെയ്തത് മൊറോക്കോ ആണ്. അപ്പോൾ അതൊരു അൺഡിസേർവ്ഡ് ഒരു തോൽവിയാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല നെതർലൻഡ്സിന്റെ. ജർമ്മനിയുടെ കാര്യത്തിൽ പിന്നെ നേരത്തെ പറഞ്ഞ പോലെ അവരുടെ പൊട്ടൻഷ്യലാണ് ഒത്ത് കളിച്ചതുമില്ല. പെനാൽറ്റി ഷൂട്ടൗട്ടുമായി ബന്ധപ്പെട്ട് വേറൊരു ചോദ്യം കൂടി ചാൾസ് ആണ് ചോദിച്ചിരിക്കുന്നത്. പെനാൽറ്റി ഷൂട്ടൗട്ടിൽ വിജയത്തെ നിർണ്ണയിക്കുന്നത് സാങ്കേതിക മികവാണോ അതോ മാനസിക ദൃഢതയാണോ? പെനാൽറ്റി കിക്ക് എടുക്കുന്ന നിമിഷത്തിൽ കളിക്കാരൻ്റെ മാനസിക സമ്മർദ്ദം തീരുമാനമെടുക്കലിനെയും പ്രകടനത്തെയും എങ്ങനെ സ്വാധീനിക്കുന്നു? അതാണല്ലോ ഏറ്റവും പ്രധാനം. ഇപ്പം ഞാൻ ആ മൊറോക്കോ നെതർലൻഡ്സ് കളി ആ ഷൂട്ട് ഔട്ട് നടക്കുമ്പോൾ ഞാൻ ആദ്യം ശ്രദ്ധിച്ചത് 2 ടോസ് നേടിയത് ഡച്ചാണ്. വാൻഡൈക്ക് കറക്റ്റായിട്ട് എൻഡും കോൾ ചെയ്തു. മറ്റേ ആദ്യം കിക്ക് എടുക്കേണ്ട ടോസും നെതർലൻഡ്സാണ് നേടിയത്. പക്ഷെ അവരുടെ ഫാൻസിന്റെ മുമ്പിൽ നിന്ന് കിക്ക് എടുക്കുമ്പോൾ ഫാൻസിന്റെ ആശങ്കയും കുറെ കളിക്കാരുടെ മേത്തേക്ക് വരുന്ന പോലെ എനിക്ക് തോന്നി. ചില കളിക്കാരുടെ നടത്തവും അവിടെ പെനൽറ്റി സ്പോട്ടിൽ നിൽക്കുമ്പോഴുള്ള ഒരു രീതിയും കാണുമ്പോൾ തന്നെ നമുക്കൊരു കോൺഫിഡൻസ് ഉണ്ടായിരുന്നില്ല ഇവർ സ്കോർ ചെയ്യുന്നു. അപ്പൊ ചില സമയത്ത് എനിക്ക് തോന്നുന്നു മറ്റേ ടീമിന്റെ ഫാൻസിന്റെ മുമ്പിൽ നിന്ന് കിക്ക് എടുക്കേണ്ടതായിരിക്കും നല്ലതെന്നൊക്കെ. പിന്നെ ഇതില് ഇപ്പൊ ലക്കിന്റെ എല്ലാ കാലത്തും ഷൂട്ട് ഔട്ടിൽ ലക്ക് ഒരു വലിയ ഫാക്ടറാണ്. ഇപ്പൊ ഏതോ ഒരു ഷൂട്ട് ഔട്ടിൽ ഞാൻ കണ്ടു, ഏതാന്ന് പെട്ടെന്ന് ഓർമ്മ വരുന്നില്ല, പക്ഷെ പോസ്റ്റ് തട്ടി കീപ്പറുടെ മേത്ത് തട്ടി ആദ്യ ഗോളിലേക്ക് പോയത്. അതൊക്കെ ശരിക്കും ലക്ക് തന്നെയാണ്. പക്ഷെ ഇപ്പൊ ഗോൾ കീപ്പേഴ്സും അത്രയും പ്രിപ്പയർ ചെയ്യുന്നുണ്ട്. ഈ ഡേറ്റ അനലിസ്റ്റുകാരന് അവരുടെ വാട്ടർ ബോട്ടിൽ എല്ലാവരുടെയും ഇവൻ ലെഫ്റ്റിലേക്കാ പോവുക, മറ്റാള് റൈറ്റിലേക്കാ പോവാന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ടാവും. ഈ പെനാൽറ്റി ഷൂട്ട് ഔട്ടിനെ പറ്റി പറയുമ്പോഴേ ഈ ഗോളിയുടെ ഒരു ആംഗിൾ ഉണ്ടല്ലോ, അതായത് എല്ലാ കണ്ണുകളും ഒരു മനുഷ്യനിലേക്ക് വരികയാണല്ലോ. ശരിക്കും പറഞ്ഞാൽ ഫുട്ബോൾ എന്നുള്ള ഒരു കളി തന്നെ കൺസീവ് ചെയ്തിരിക്കുന്ന ഒരാൾ കേന്ദ്രീകരിച്ചല്ലോ. പക്ഷേ ഈ ഒരു നിമിഷത്തേക്ക് ഒന്നിച്ചു വരിക. അപ്പൊ ഇതിൽ ലെക്കിന്റെ ഇതിൽ ഗോളിയുടെ ഈ പറഞ്ഞ ഈ പോയിന്റ്സ് നോട്ട് ചെയ്യുന്നല്ലാതെ ഗോളിയുടെ ഒരു സ്ട്രാറ്റജിക്കൽ സൈക്കോളജിക്കൽ വിഷൻ എന്തായിരിക്കും ആ സമയത്തുള്ള? കോൺഫിഡൻസ് ആണ് ഏറ്റവും പ്രധാനം. എന്താ വെച്ചാൽ നിങ്ങൾ ഗസ് ചെയ്യാണ് ശരിക്കും ഇത്. എന്നുവെച്ചാൽ നിങ്ങൾക്ക് കിക്ക് എടുത്തു കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് റിയാക്ട് ചെയ്യാൻ സമയമൊന്നുമില്ല. അപ്പൊ പലപ്പോഴും ഒരു സൈഡിലേക്കാണ് നിങ്ങൾ പോകുന്നത്. അല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ മനസ്സിലുണ്ട് ഇവൻ ചിലപ്പോൾ നേരെ ചിപ്പി ഞാൻ നീങ്ങാൻ പോകുന്നില്ല. പക്ഷെ ആ കിക്ക് എടുക്കുന്നതിന് മുമ്പ് നിങ്ങൾ തീരുമാനിക്കണം. അതനുസരിച്ചിട്ട് കോൺഫിഡൻ്റ് ആയിട്ട്. ഇപ്പൊ ചില പെനൽറ്റി സേവിങ് സ്പെഷ്യലിസ്റ്റ് അവരുടെ ആ കൺവിക്ഷനാണ് അവരുടെ ഏറ്റവും വലിയ ശക്തി. അവർക്ക് അറിയാം ഞാനിത് എന്തായാലും റൈറ്റിലേക്കാണ് ഡൈവ് ചെയ്യാൻ പോകണം. പലപ്പോഴും അത് തെറ്റിപ്പോവും. പക്ഷെ ഈ പതർന്ന ഗോൾ കീപ്പേഴ്സിന് അത് പറ്റില്ല. ഇപ്പൊ പല മികച്ച മാച്ച് ഗോൾ കീപ്പേഴ്സും ഷൂട്ട് ഔട്ടിൽ വരുമ്പോൾ അവർ വൻ ഫെയിലിയേഴ്സ് ആണ്. അവർക്കൊന്നും തടുക്കാൻ പറ്റില്ല. എന്താ വെച്ചാൽ അത് വേറെ തന്നെ ഒരു മൈൻഡ് സെറ്റ് ആണ് ശരിക്കും. ഈ ഇങ്ങനെ കൺസിസ്റ്റന്റ് ആയിട്ട് പെനാൽറ്റിയിൽ വിന്നർ ആയിട്ടുള്ള ഏതെങ്കിലും ദിലീപിന് പ്രിയപ്പെട്ട ഏതെങ്കിലും ഗോൾ കീപ്പർ? ഇപ്പൊ അടുത്ത കാലത്ത് ഇപ്പൊ മൊറോക്കോന്റെ ഗോൾ കീപ്പർ മികച്ചൊരു പെനൽറ്റി സേവറാണ്. പിന്നെ ഞാൻ ഫോളോ ചെയ്യുന്ന ക്ലബായ ലിവർപൂളിന്റെ റിസർവ് ഗോൾ കീപ്പർ ആയിരുന്ന കെലഹർ ഇങ്ങനെ പെനൽറ്റി ഷൂട്ട് ഔട്ടിൽ മികച്ചൊരു കളിക്കാരൻ. ആൽസന്റെ നല്ലൊരു പെനൽറ്റി സേവർ ആയിരുന്നു കെലഹർ. ഞാൻ പറഞ്ഞ പോലെ ആ ഒരു സാഹചര്യത്തിൽ ചിലരുടെ മനസ്ഥിതി അങ്ങനെയാണ്. അവർക്ക് ആ ഒരു എന്താ പറയുക, വളരെ ഒരു ക്ലാരിറ്റി ഉണ്ട് ഞാൻ എങ്ങോട്ട് ഡൈവ് ചെയ്യണം. അല്ലെങ്കിൽ ആ ഒരു സാഹചര്യം അവര് കുറച്ചും കൂടി എൻജോയ് ചെയ്യണം പോലെ. സലാ CPയുടെ ചോദ്യം, ദിലീപ് ഒരു വീഡിയോയിൽ പറഞ്ഞിരുന്നു നല്ല യങ് കരുത്തുള്ള ടീമാണ് വേൾഡ് കപ്പ് നേടാൻ ഏറ്റവും കൂടുതൽ സാധ്യത എന്ന്. 2006 സിദാൻ അടങ്ങിയ ഫ്രാൻസ് ടീമിനെ വയസ്സൻ പടയെന്നാണ് വിളിച്ചിരുന്നത്. എന്നാൽ അവർ ആ ലോകകപ്പിലെ മികച്ച ടീമുകളായ ബ്രസീൽ, സ്പെയിൻ, പോർച്ചുഗൽ എന്നിവരെ തോൽപ്പിക്കുകയും ഫൈനൽ വരെ എത്തുകയും ചെയ്തു. ഫൈനലിൽ ഇറ്റലിയോട് തോൽക്കുന്നത് പെനാൽറ്റി ഷൂട്ടൗട്ടിലാണ്. അപ്പോൾ ശാരീരിക ക്ഷമതയാണോ എക്സ്പീരിയൻസ് അഥവാ പരിചയസമ്പത്താണോ വേൾഡ് കപ്പ് നേടാൻ വേണ്ട ടീമിന് വേണ്ടത്? രണ്ടും വേണം. പക്ഷെ ഒരു കാര്യം ഞാൻ പറയാം, 2006 അപേക്ഷിച്ച് നോക്കുമ്പോൾ ഇത്തവണ കാലാവസ്ഥ വളരെ വ്യത്യാസം. അത് ജർമ്മനിയിലായിരുന്നു, ഇത് അമേരിക്കയിലും മെക്സിക്കോയിലും കാനഡയിലാണ്. ചൂട്
ഒരു 10 ഡിഗ്രി എങ്കിലും ആവറേജ് ചൂട് കൂടുതലായിട്ട് നമ്മൾ കാണണം. പിന്നെ ഒരു റൗണ്ട് എക്സ്ട്രാ ഉണ്ട്. അപ്പൊ അതിൻ്റെതായിട്ടുള്ള ഒരു വർക്ക് ലോഡ് ഇത്. പക്ഷെ തീർച്ചയായിട്ടും അനുഭവം വേണം. ഇപ്പൊ ഏതൊരു നല്ല ടീം നോക്കിക്കഴിഞ്ഞാൽ ഇപ്പൊ ഫ്രാൻസിന്റെ കാര്യത്തിൽ ഇപ്പൊ നമ്മൾ കുറെ ചെറുപ്പക്കാരുടെ പേര് പറഞ്ഞു. പക്ഷെ ഗോളിൽ മൈക്ക് മാന്യാൻ വളരെ എക്സ്പീരിയൻസ്ഡ് ആണ്. സെന്റർ ബാക്സ് ആയിട്ടുള്ള മറ്റു ഉപ്പമെക്കാനോം വില്യം സലീബയ്ക്ക് ഇപ്പൊ ക്ലബ് ഫുട്ബോളിൽ അനേക കളികൾ കളിച്ചിട്ടുണ്ട്. ഏഡ്രിയൻ റാബിയോ ഇപ്പൊ 10 കൊല്ലത്തിലധികമായി കളിക്കാൻ തുടങ്ങിയിട്ട്. മറ്റേ ചുവമനി എത്രയോ കാലമായിട്ട് ടോപ്പ് ക്ലബ്സിന് കളിക്കുന്ന ആളാണ്. എംബാപ്പെ ഇപ്പൊ 9 കൊല്ലമായി കളിക്കാൻ തുടങ്ങി ക്ലബ് ഫുട്ബോളിൽ. അപ്പൊ ആ അനുഭവം ഉണ്ട്, അതിന്റെ കൂടെ ചെറുപ്പക്കാരും വേണം. ഇത് ഈ ഒരു 8 കളി ജയിക്കണമെങ്കിൽ എനിക്ക് തോന്നുന്നില്ല ഒരു പ്രായമായ ടീമിന് ജയിക്കാൻ പറ്റുന്നു. അടുത്തത് കാജയുടെ ചോദ്യം ആഫ്രിക്കൻ ഫുട്ബോളിനെ കുറിച്ചാണ്. ആഫ്രിക്കൻ ടീമുകൾ വലിയ ടീമുകളെ വരെ തടയുന്ന പ്രകടനം പലപ്പോഴും കാണിക്കുന്നുണ്ടെങ്കിലും ടൂർണമെൻറ്റിൻ്റെ അവസാന ഘട്ടങ്ങളിലേക്ക് സ്ഥിരമായി എത്തുന്നത് കുറവാണ്. പക്ഷേ മൊറോക്കോ പോലൊരു ടീം സെമി ഫൈനൽ വരെ എത്തിയ എക്സെപ്ഷനും നമ്മൾ കണ്ടു. അപ്പോൾ ആഫ്രിക്കൻ ടീമുകൾക്കിടയിൽ തന്നെ ഈ വലിയ വ്യത്യാസത്തിന് കാരണം എന്താണ്? മൊറോക്കോയ്ക്കുള്ള എക്സ്ട്രാ എഡ്ജ് എന്താണ്? മൊറോക്കോയ്ക്കുള്ള എക്സ്ട്രാ എഡ്ജ് എന്താണ്? പൈസ. അവർ കുറേ പൈസ അവരുടെ ഡെവലപ്മെന്റ് ഇതിൽ ഒരു സെന്റർ ഓഫ് എക്സലൻസ് പോലെ ഒരു നാഷണൽ അക്കാഡമി, അത് വേറെ പല ആഫ്രിക്കൻ രാജ്യങ്ങൾക്കും അത് എഫോർഡ് ചെയ്യാൻ പറ്റാത്തൊരു സാഹചര്യമാണ്. അപ്പം അവർക്ക് അതുണ്ട്. ഒരു മിക്ക ആഫ്രിക്കൻ ടീംസിനും ഇല്ലാത്തൊരു പൈസ മൊറോക്കൻ ഫുട്ബോളിലുണ്ട്. അതിപ്പോൾ അവരുടെ ക്ലബ്സ് ആയാലും ഇപ്പോൾ രാജ കാസബ്ലാങ്ക, വൈഡാഡ്, ഇവർക്കൊക്കെ ആഫ്രിക്കൻ ക്ലബ്സ് വെച്ച് നോക്കുമ്പോൾ പൈസ ഉള്ള കൂട്ടത്തിലാണ് അവർ. അപ്പം അവർക്ക് അവരുടേതായിട്ടുള്ള എന്താ പറയുക ഒരു സിസ്റ്റം ഉണ്ട് ഈ നല്ല കളിക്കാർ. പിന്നെ മൊറോക്കൻ ഫുട്ബോളിന്റെ ഏറ്റവും വലിയൊരു ഗുണം എന്താന്ന് പറഞ്ഞാൽ ബെൽജിയം, നെതർലൻഡ്സിനും ഫ്രാൻസിനും ഒക്കെ കളിക്കാർ ഇവിടെ വന്ന് കളിക്കുകയാണ്. അവിടുത്തെ ടീമിൽ ഒന്നുമില്ലെങ്കിൽ അവർക്ക് കയറാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ അവരുടെ ആഗ്രഹം അച്ഛനോ അമ്മയോ വളർന്ന നാട്ടിൽ പോയി എനിക്ക് കളിക്കണം എന്നുള്ള ഒരു ആഗ്രഹം കാരണം വന്ന് കളിക്കണം, ഒരു അയൂബ് ബുവാദിയൊക്കെ പോലെ. അപ്പൊ അതൊരു പ്രത്യേക ഒരു സാഹചര്യമാണ് മൊറോക്കോന്റെ. ഇതിൻ്റെ ഒരു തുടർച്ചയായിട്ട് കാജയുടെ മറ്റൊരു ചോദ്യം, ഇന്ന് യൂറോപ്പിൽ വളരുന്ന ആഫ്രിക്കൻ വംശജരായ ടോപ്പ് ടാലൻറ്റുകൾ പലരും അവരുടെ നാഷണാലിറ്റി തിരഞ്ഞെടുക്കുമ്പോൾ യൂറോപ്യൻ ടീമുകൾക്കായി കളിക്കാനാണ് തീരുമാനിക്കുന്നത്. ഉദാഹരണത്തിന് ഡെസിറി ഡുവെ ഫ്രാൻസിന് വേണ്ടി കളിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ സഹോദരൻ ഐവറി കോസ്റ്റിന് വേണ്ടി കളിക്കുന്നു. അപ്പോൾ ഇത്തരത്തിലുള്ള ടാലൻറ്റ് വിഭജനം ആഫ്രിക്കൻ ദേശീയ ടീമുകളുടെ ലോങ് ടേം സ്ട്രെങ്ത്തിനെ എങ്ങനെ ബാധിക്കുന്നു? പക്ഷെ ഇപ്പൊ തുടങ്ങിയതല്ല. ഇപ്പൊ ജർമ്മനിക്ക് വേണ്ടി പണ്ട് ജെറോം ബോട്ടിങ് കളിക്കുമ്പോൾ ഗാനയ്ക്ക് തൻ്റെ സഹോദരനായ ജെറോം പ്രിൻസ് ബോട്ടിങ് ഗാനയ്ക്ക് കളിച്ചിട്ടുണ്ട്. അപ്പൊ അത് കുറെ കാലമായിട്ടുള്ളൊരു കാര്യമാണ്. പിന്നെ ഇതെങ്ങനെ ബാധിക്കണമെന്ന് ചോദിച്ചാൽ ഇപ്പൊ നമുക്ക് ആലോചിക്കാം. ഇപ്പൊ ഒരു എംബാപ്പെ ഇപ്പൊ ക്യാമറൂണിന് കളിക്കുകയായിരുന്നെങ്കിൽ ക്യാമറൂൺ ഈ ലോകകപ്പിന് എന്തായാലും ക്വാളിഫൈ ചെയ്യായിരുന്നു, അത് സംശയമില്ലാത്ത കാര്യമാണ്. ഇപ്പൊ പല ടീംസ് നമ്മൾ അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പൊ പണ്ട് കാലത്തെ മാർസൽ ഡെസായി, പാട്രിക് വിയേറ, ഇവരൊക്കെ അവരുടെ വംശീയതയുള്ള രാജ്യങ്ങൾക്ക് കളിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വേറെ തന്നെ ഒരു ഇതായിരുന്നു. പക്ഷെ അതിന്റെ മറുവശം എന്താന്ന് പറഞ്ഞാൽ അനേക മികച്ച ആഫ്രിക്കൻ കളിക്കാർക്ക് ഒരിക്കലും ഒരു ലോകകപ്പ് കളിക്കാനും കൂടി പറ്റില്ല. ജോർജ് വേ ആയിരുന്നു ആദ്യം ബാലോണ്ടോർ ജയിച്ച ആഫ്രിക്കൻ കളിക്കാരൻ. ലൈബീരിയ ഒരിക്കലും ക്വാളിഫൈ ചെയ്തിട്ടില്ല. എനിക്ക് തോന്നുന്നില്ല എൻ്റെ ജീവിതകാലത്തിൽ ലൈബീരിയ ക്വാളിഫൈ ചെയ്യുന്നുണ്ട്. വെച്ചാൽ അത്രയും ബുദ്ധിമുട്ടാണ് ആഫ്രിക്കയിൽ നിന്ന് പുറത്ത് കടക്കാൻ. അപ്പൊ അങ്ങനത്തെ സാഹചര്യങ്ങൾ അബെദി പെലെ ഒരിക്കലും ഒരു ലോകകപ്പ് കളിച്ചില്ല. ആ ഒരു തലമുറയിൽ ശരിക്കും റോജർ മില്ലർ അല്ലാതെ വേറെ പലരും ലോകകപ്പ് കണ്ടിട്ട് പോലും ഇല്ല മികച്ച കളിക്കാർ. ഇനി അവസാനത്തെ ചോദ്യം ശ്രീറാം KVയുടേതാണ്. When you analyze the teams and how they have played and progressed through the tournament till now, and considering the knockout draw, what is your opinion on which teams can go all the way to the semis? അതൊരു ടഫ് ചോദ്യം. ഫ്രാൻസ് എന്തായാലും ഉണ്ടാവുമെന്നാണ് എനിക്ക് തോന്നുന്നത്. വളരെ ചുരുക്കം ടീമുകൾക്ക് ഫ്രാൻസിനെതിരെ പിടിച്ചു നിൽക്കാൻ പറ്റുള്ളൂ. പിന്നെ എനിക്ക് ബ്രസീലിനെ പറ്റിയൊരു പ്രതീക്ഷയുണ്ട്. കോച്ച് കാരണം മാത്രമല്ല, ഒരു ടീമായിട്ട് അവരിപ്പോൾ ഒന്ന് ജെല്ല് ചെയ്ത് വരുന്നത് നമുക്ക് കാണാൻ പറ്റിയിട്ടുണ്ട്. ഓരോ
കളിയിലും ഇങ്ങനെ ഒരു സ്റ്റഡി ആയിട്ടുള്ള ഒരു ഇമ്പ്രൂവ്മെന്റ് കണ്ടിട്ടുള്ള ഒരു ടീമാണ് ബ്രസീൽ. അർജന്റീന അതേപോലെ വളരെ ഒരു മികച്ച ടീമാണ്. ഇപ്പം ഫ്രാൻസിന്റെ പോലത്തെ സൂപ്പർ സ്റ്റാർസ് ഇല്ലെങ്കിലും അവർ ഒരുമിച്ച് കളിക്കാൻ പഠിച്ചൊരു ഗ്രൂപ്പ് കളിക്കാരാണ്. പിന്നെ സ്പെയിനോ പോർച്ചുഗലോ മിക്കവാറും ഉണ്ടാവുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇംഗ്ലണ്ട് പറയാൻ പറ്റില്ല. മെക്സിക്കോനെ കളിക്കേണ്ടി വന്നാൽ ചിലപ്പോൾ പണി കിട്ടിയെന്ന് വരും. സ്പെയിനും പോർച്ചുഗലും അതിലൊരു ടീം അവരെ ഏറ്റുമുട്ടും തോന്നുന്നു എനിക്ക് 16 ഈ ആതിഥേയ ടീമുകൾ മെക്സിക്കോയ്ക്കും അമേരിക്കയ്ക്കൊക്കെ ഉള്ള ഒരു സാധ്യത. അമേരിക്കയ്ക്ക് ബുദ്ധിമുട്ടായിരിക്കും. എനിക്ക് തോന്നുന്നു അവർ അർജന്റീനയുടെ ഭാഗത്താണ് വരുന്നത് തോന്നുന്നത്. ചെക്ക് ചെയ്യണം, ഡ്രോ ചെക്ക് ചെയ്യണം. മെക്സിക്കോ ഒരു ക്വാർട്ടർ വരെ എത്തേണ്ടത് എനിക്ക് കാണാം. എളുപ്പത്തിൽ ഇംഗ്ലണ്ടിനെ തോൽപ്പിക്കാൻ നല്ല സാധ്യതയുണ്ട്.